ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ഒരു പൂവൻ കോഴിയൊക്കെ കാണിച്ചുകൊണ്ട് വീഡിയോ തുടങ്ങുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഇത് രസകരമായ ഒരു നോട്ട് പുസ്തകമാണ്. എൻ്റെ മോനിപ്പോൾ 7 വയസ്സായി. അവനൊരു 3-3.5 വയസ്സുള്ള സമയത്ത് ഞാൻ അവൻ ഉണ്ടാക്കി കൊടുത്തൊരു ഹാൻഡ് ബുക്കാണിത്. ഒരു സാധാരണ നോട്ട് പുസ്തകം. ഇതിൽ പക്ഷേ ഒരുപാട് കാര്യങ്ങളുണ്ട് കാണിച്ചു തരാനായിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇതിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന്. എഴുത്തിൻ്റെയും വായനയുടെയും ഒക്കെ ഒരു ബേസ് എന്ന് പറയുന്നത് ഈ ഒരു പുസ്തകമായിരുന്നു. ഇത് മാത്രമല്ല, ഇതുപോലത്തെ 2-3 പുസ്തകങ്ങൾ അവനുണ്ടായിരുന്നു. അതൊക്കെ എവിടെയോ കളഞ്ഞുപോയി. എന്നാലും ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ ഇപ്പോൾ അവന് 7 വയസ്സുണ്ട് കേട്ടോ. ഇതൊരു കൊറോണയുടെ ആ ഒരു സമയത്ത് ഞാൻ ഉണ്ടാക്കി കൊടുത്തതായിരുന്നു. അപ്പോൾ അവന് പ്ലേ സ്കൂളിലൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ഉണ്ടാക്കി അവൻ പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അങ്ങനെയുള്ള ഒരു ചെറിയൊരു ഹാൻഡ് ബുക്ക്. നമുക്ക് നോക്കാം ഇതിലെന്തൊക്കെയാണ് ഉള്ളതെന്ന്. ഓക്കെ, ഇതിങ്ങനെ തുറക്കുമ്പോൾ തന്നെ അവൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ നിറയെ കളറൊക്കെ ആക്കിയിട്ട് ഇങ്ങനെ പ്രിൻ്റ് ചെയ്യിപ്പിച്ചതാണ്. പിന്നെ അവൻ്റെ പേരും ആ ഡേറ്റും എഴുതിയിട്ടുണ്ട്. 2/8/2020 ഇത് എഴുതിയത്. രണ്ടാമത്തെ പേജിലുള്ളത് അഡ്രസ്സ്, പിന്നെ ഫോൺ നമ്പർ, അങ്ങനത്തെ കാര്യങ്ങൾ, അവൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവനത് ദിവസവും ഇങ്ങനെ വായിച്ചു നോക്കാറുണ്ടായിരുന്നു ഏതൊക്കെയാണെന്നുള്ളത്. പിന്നെ ബിഗ് ലെറ്റേഴ്സ് ഇതൊക്കെ ഞാൻ തന്നെ എഴുതിയതാണ്. പക്ഷേ അവനൊരു പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടെന്ന പോലെ ദിവസവും ഈ ബുക്ക് ഞാൻ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവനിങ്ങനെ ദിവസവും ഓരോ പേജും ഇങ്ങനെ മറിച്ച് നോക്കും, ഇതൊക്കെ ഇങ്ങനെ വായിച്ചു നോക്കും. അപ്പോൾ ഇതിങ്ങനെ കാണുമ്പോൾ അവർക്കും വായിക്കാനുള്ളതും പിന്നെ ഇത് കണ്ട് അവർ പഠിക്കുമല്ലോ, അതിനു വേണ്ടി കൂടിയാണ് ഇത് ഉണ്ടാക്കി കൊടുത്തത്. പിന്നെ ഇതാ സ്മോൾ ലെറ്റേഴ്സ്. ദിവസവും ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, നമ്മൾ പഠിപ്പിക്കൊന്നും വേണ്ട, ഇത് അവരിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിൽ അത് ഇംപ്രിൻ്റ് ആയിക്കോളും. പിന്നെ നമ്പേഴ്സ് 1 to 40, 1 to 80 വരെയൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് ആദ്യം 1 to 10 വരെ എഴുതി, പിന്നെ അവൻ പഠിക്കുന്നതിനനുസരിച്ച് കൂട്ടി എഴുതിയതാണ് കേട്ടോ അതിൽ എഴുതിയിട്ടുള്ളത്. പിന്നെ ഡേയ്സിനെ വീക്ക് എഴുതിയിട്ടുണ്ട് ഇതിൽ. മന്ത്സ് ഇതൊക്കെ ഡെയിലി പറഞ്ഞു നോക്കുമായിരുന്നു, ഡിസംബർ വരെയൊക്കെ. ഇത് കാണുമ്പോൾ ആദ്യത്തെ അക്ഷരങ്ങളൊക്കെ കാണുമ്പോൾ അവന് ഓർമ്മ വരും പെട്ടെന്ന്, ജൂൺ ജൂലൈ എന്നൊക്കെ. പിന്നെ റിലേഷൻസ്, അത് അച്ഛൻ്റെ അച്ഛമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പേരുകൾ, അതും ഇത് നോക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഒക്കെ കറക്റ്റായിട്ട് പറഞ്ഞു തരും. പിന്നെ സ്വരാക്ഷരങ്ങൾ, വ്യഞ്ജനാക്ഷരങ്ങൾ, ചില്ലക്ഷരങ്ങൾ, ഇതൊക്കെ കണ്ട് തന്നെയാണ് അവൻ പഠിച്ചത്. ഞാൻ ഒരിക്കലും അങ്ങനെ നിർബന്ധിച്ച് എഴുതിപ്പിച്ചോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. കുറേ ദിവസം ഇങ്ങനെ ഒരേ സംഭവങ്ങൾ കാണുമ്പോൾ അത് നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ പതിയുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. പിന്നെ കുറേ വെജിറ്റബിൾസിൻ്റെ പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ അവൻ വായിക്കുമായിരുന്നു, കാരണം ഈ ആദ്യത്തെ ലെറ്ററും പിന്നെ ഇടയിലുള്ള ലെറ്ററൊക്കെ കാണുമ്പോൾ അവൻ ഏകദേശം മനസ്സിലാവും. ഇതൊക്കെ കാണുമ്പോൾ CB ഒക്കെ കാണുമ്പോൾ ക്യാബേജ് ആണെന്ന് അവൻ കൃത്യമായിട്ട് വായിച്ചു പോവുമായിരുന്നു. പിന്നെ വൈൽഡ് ആനിമൽസ്, ബേസിക്കായിട്ടുള്ള കുറേ കാര്യം. ഇതൊക്കെ ഞാൻ കൊടുത്തത് എന്തിനാന്ന് വെച്ചാൽ ട്രേസിങ് ആയിരുന്നു. ഇതൊക്കെ അവരെ എഴുത്ത് പരിശീലിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് കൈക്ക് വഴക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറേ ട്രേസിങ് പരിശീലിപ്പിക്കുന്നത് നല്ലതായിരുന്നു. അങ്ങനെ ട്രേസിങ് എക്സസൈസ് പോലെ 3/8/2020 എന്നുള്ള ഡേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ ലെറ്റേഴ്സ് അവർക്ക് എഴുതാൻ എളുപ്പമുള്ള സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ, സ്ലാൻഡിങ് ലൈൻ, കേർവ്ഡ് ലൈൻ, ഇതാണ് ബേസിക്കായിട്ടുള്ള ട്രേസിങ്ങിൻ്റെ ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ സ്റ്റാൻഡിങ് ലൈൻ, സ്ലീപ്പിംഗ് ലൈൻ വരുന്ന ലെറ്റേഴ്സാണ് ഞാൻ ആദ്യമൊക്കെ അവന് കൊടുത്തത്. പിന്നെ കേർവ്ഡ് ലൈൻസ് പരിചയപ്പെടുത്താൻ വേണ്ടി റാ എന്നും യു എന്നും ന എന്നും ഒക്കെ നമുക്ക് എഴുതിപ്പിക്കാം. അത് ദിവസേന നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കും തോറും മക്കളുടെ കൈ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൺട്രോളിലേക്ക് വന്നോളും. ആദ്യമൊന്നും ഇതൊക്കെ കണ്ടില്ലേ, ഡോട്ട്സിലൂടെ ഒന്നും അല്ല വരുന്നത്. പിന്നെ അവർ അതിനനുസരിച്ച് മാറിക്കോളും. ഇതൊക്കെ അതുപോലെ C ഒക്കെ എഴുതുന്നത് വളരെ ഇടയ്ക്കിടെ നമ്മൾ റൗണ്ട്, ഇതേപോലെ നമ്മൾ റൗണ്ട് ചെയ്യിപ്പിക്കുക, അങ്ങനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് അവരുടെ കൈയിൻ്റെ വഴക്കത്തെ കൂട്ടി കൊണ്ടുവരാം. ഇത് മറ്റൊരു പ്രാക്ടീസിങ് ഷീറ്റാണ് കേട്ടോ.
ഇത് നമ്മൾ ഡോട്ട്സ് ഈ ക്ലൗഡിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. അപ്പോൾ അവർ ഈ വരയിലൂടെയാണ് ശരിക്ക് വരേണ്ടത്, പക്ഷേ അവർ ചെറിയ മക്കളല്ലേ, അപ്പോൾ ഇതേപോലെ കണക്റ്റാക്കി കൊണ്ടുവരാൻ പറയുമ്പോൾ അതൊരു പ്രാക്ടീസായി. അങ്ങനെ ദിവസേന നമ്മൾ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചാൽ മതി. ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നന്നാവാൻ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഇത്തരം പ്രാക്ടീസിങ് മെത്തേഡ്സൊക്കെ. പിന്നെ ഇത് അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഇത് കളിക്കുടുക്കയിൽ വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് വെട്ടി ഒട്ടിച്ചു കൊടുത്തതാണ്. പിന്നെ ഇത് ബിഗ് ലെറ്റർ സ്മോൾ ലെറ്റർ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്ലാനറ്റ്സ് എഴുതി, കളേഴ്സ് ഓഫ് റെയിൻബോ പലതരം കളറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ്, പിന്നെ ഇതും പ്രാക്ടീസിങ് തന്നെയായിരുന്നു. ഇതൊക്കെ പ്രാക്ടീസിങ് ബി, സ്മോൾ ലെറ്റേഴ്സ് ഇതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ മൈ ഫാമിലി, ഗ്രാൻഡ് ഫാദർ, മദർ, അതൊക്കെ. പിന്നെ ഇത് സ്മോൾ ലെറ്ററിനെ ബിഗ് ലെറ്ററിനെ സ്മോൾ ലെറ്ററുമായിട്ട് കണക്ട് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ആയിരുന്നു. ഇത് നമ്മൾ ഒരു സൈഡിൽ ബിഗ് ലെറ്റർ എഴുതുക, ഒരു സൈഡിൽ സ്മോൾ ലെറ്റർ എഴുതുക, ഷഫിൾ ചെയ്തിട്ടാണ് എഴുതിയിട്ടുള്ളത്. ഇതിനെ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി പറയും. ഇതൊക്കെ ആ ഒരു മെത്തേഡിൽ തന്നെയാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത്. കണ്ടോ? പിന്നെ ഈ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഇതുപോലെ ചിത്രങ്ങൾ കൊടുത്തിട്ട് അതിൻ്റെ വേർഡ്സുമായിട്ട് യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് റീഡിങ് പ്രാക്ടീസസിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുള്ളതാണ്. ഒരേ റൈമിങ് വേർഡ്സ് ഉണ്ടാവുമല്ലോ, കാറ്റ്, റാറ്റ്, ഫാറ്റ്, ബാറ്റ്, മാറ്റ്, ഹാറ്റ്. അപ്പം ആദ്യത്തെ ഈ ഒരു CR എന്നൊക്കെ കാണുമ്പോൾ അവർക്ക് ഏകദേശം അതിൻ്റെ സൗണ്ട് എന്താണെന്നുള്ള ഒരു സെൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവൻ വായിക്കുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എഴുതിയതാണിത്. പിന്നെ വേറൊരു പ്രാക്ടീസ് ഐറ്റം ഇതാണ്, ഫൈൻഡ് ലെറ്റർ R. ഇതുപോലെ ഒരുപാട് ലെറ്റേഴ്സ് ഇങ്ങനെ എഴുതി കൊടുത്തിട്ട് അതിൽ നിന്ന് സ്മോൾ ലെറ്റർ R കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് അവരുടെ അറ്റൻഷനും കോൺസെൻട്രേഷനും ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രാക്ടീസാണ്. അതേപോലെ തന്നെയുള്ള മറ്റൊന്നാണ് ഫൈൻഡ് ലെറ്റർ. പിന്നെ ഇതിൽ വെച്ചിട്ടുള്ള കുറച്ച് വാക്കുകളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ അവൻ ദിവസവും വായിക്കാറുണ്ടായിരുന്നു. കണ്ട് വായിക്കുന്നതാണ് കേട്ടോ, ഞാൻ പറഞ്ഞു കൊടുത്തിട്ടൊക്കെ, അല്ലാതെ വായിക്കാൻ അറിഞ്ഞിട്ട് വായിക്കുന്നൊന്നുമല്ല. പിന്നെ കുറച്ച് ചിത്രങ്ങളൊക്കെ വരച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ അവൻ ആ സമയത്ത് ഇഷ്ടമുള്ള ക്യാരക്ടേഴ്സായിരുന്നു, ഹൾക്ക്, സ്പൈഡർമാനൊക്കെ. അപ്പോൾ കളറിങ് കൂടി ചെയ്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പെർഫെക്റ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല, എന്നാലും അതൊക്കെ ഒരു പ്രാക്ടീസിങ് ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതൊക്കെയാണ് ഈ പുസ്തകത്തിലുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് ഇതുപോലുള്ള ഹാൻഡ് ബുക്സൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് നന്നായിട്ട് അവരുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിനും അവരെ റീഡിങ് എബിലിറ്റിയും ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും വീഡിയോസൊക്കെ കണ്ട് ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഭാവിയിലിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. താങ്ക്